ശത്രുദോഷം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ശത്രുദോഷം എങ്ങനെ തിരിച്ചറിയാം എന്നാണ് അല്ലെ? ശത്രുദോഷം ഒരു മനുഷ്യ ശരീരത്തിലേക്ക് ശത്രുവിനെ ആവാഹിച്ചു വരുമ്പോൾ അവൻ്റെ ആത്മാവിനെയും അവൻ്റെ ശരീരത്തിനും ആണ് ഈ ബന്ധനം ചെയ്യുന്നത്. ശത്രുദോഷം നമുക്ക് തിരിച്ചറിയാനുള്ളതാകുമ്പോൾ നമ്മൾ ഉണ്ടാകുന്ന ഒരു എനർജി, അത് നമ്മൾ ശരീരത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ പോസിറ്റീവിനെ നെഗറ്റീവ് ആക്കുക എന്നുള്ളത് ഈ ശത്രുബാധ ദോഷങ്ങളുള്ള ശത്രുക്കൾ പലവിധം ശത്രുക്കളാണ് നമുക്ക് ചെയ്യുന്നത്. കർമ്മം കൊണ്ടും ബിസിനസ് പരമായും അല്ലാണ്ട് വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ എടുക്കുന്ന ശത്രുക്കൾ, ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും. ഇപ്പോൾ ശത്രുക്കൾ എന്ന് പറയാൻ നമ്മൾ തമ്മിൽ വഴക്ക് കൂടി കഴിഞ്ഞാൽ ഒരാളെ നശിപ്പിക്കുക എന്ന് പറയില്ല, ആ രീതിയിലുള്ള ശത്രുക്കൾ. അപ്പോൾ അവർ ശത്രുവിൻ്റെ നാശമാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ തിരിച്ചറിയാം എന്ന കണക്കുകൂട്ടലിൽ നമുക്കാണെങ്കിൽ തന്നെ നമുക്ക് ശത്രുവിൻ്റെ ദോഷം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നുള്ള ഭാവ മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്നും നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിൽ നിന്നും ഒരു വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഉണ്ടാവുക. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ദേഷ്യം വരിക, അതേപോലെ എല്ലാ കാര്യത്തിലും ഒരു ഉന്മേഷക്കുറവ് ഉണ്ടാവുക എന്നീ വേണ്ട കാര്യങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ ശത്രുദോഷം ഉണ്ടെന്ന് തന്നെ ഉറപ്പിക്കുക. ഉറക്കമില്ലായ്മ, ഉറക്കത്തിൽ ഞെട്ടിയെണിക്കുക, ഇതൊക്കെ ശത്രുബാധാദോഷത്തിൽ നിന്നും കാണുന്ന ലക്ഷണങ്ങളാണ്. ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് ശത്രുദോഷങ്ങളുണ്ട്. ബിസിനസ് ഉയർച്ചയിലെത്തിയ ഒരാളെ എങ്ങനെ ബിസിനസ്സിൽ നിന്നും താഴെ ഇറക്കാം എന്നുള്ള കാര്യങ്ങളുണ്ടാവും. ഈ ദോഷങ്ങൾ വയ്ക്കുന്നത് മാരകമായ കർമ്മങ്ങളിലൂടെയാണ് ചെയ്യുന്ന, ഇന്നും മാന്ത്രിക കർമ്മത്തിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. ത്രേതായുഗത്തിൽ വിഷ്ണുമായ സ്വാമി ഉള്ള കാലഘട്ടത്തിൽ തന്നെ ഈ ശത്രുദോഷങ്ങളും മാരണമായ ദോഷങ്ങളും ഗുളിക നിവാരണങ്ങളും ഇങ്ങനെ വേണ്ടത്ര കർമ്മങ്ങൾ ഇവിടെ ഇപ്പോഴും ആഭിചാരപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേരളത്തിൽ. മലബാര സമ്പ്രദായത്തിൽപ്പെട്ട ഏറ്റവും കൂടുതൽ ചെയ്യുന്ന വിഭാഗക്കാരാണ്. ഈ ദോഷത്തിന് എന്താ പരിഹാരം? ദോഷത്തിന് പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ പരിഹാരകർമ്മമായിട്ട് ചെയ്യുമ്പോൾ ഈ ദോഷത്തിന് നമ്മൾ ഇരിക്കുന്ന ആളുടെ പേരും നാളും, ഈ പേരും നാളും വെച്ച് നമ്മൾ നോക്കി അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ കണ്ടെത്തി 7 ദിവസത്തിനുള്ളിൽ നമ്മുടെ മൂർത്തിയെ സങ്കല്പിച്ച് നമ്മുടെ മൂർത്തി ആധാരമാക്കിയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവർ ഏത് മൂർത്തിനെ വെച്ചിട്ടാണോ ചെയ്തത് ആ മൂർത്തിയിൽ നിന്നുള്ള ഇറക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അത് നമ്മുടെ മൂർത്തിയിൽ 7 ദിവസം പേരും നാളും വെച്ച് 7 ദിവസത്തിൻ്റെ ബന്ധനമാക്കി നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ഈ 7 ദിവസത്തിനുള്ളിൽ നമ്മുടെ മൂർത്തികൾ നമുക്ക് അതിനൊരു വഴികാട്ടിയായിട്ട് കാണിച്ചു തരും. ആ കർമ്മവിധാനത്തിലൂടെ നമുക്ക് ഈ ബന്ധന ദോഷങ്ങളും ശത്രുബാധാ ദോഷങ്ങളും നമുക്ക് മാറ്റാവുന്നതാണ്. അത് ഒരു നാളികേരത്തിലൂടെയോ ഒരു ഹോമത്തിലൂടെയോ ആവാഹിച്ച് ഈ ബന്ധന കർമ്മങ്ങളിലൂടെ നമുക്ക് ആ ദോഷം ശത്രുബാധയെ ഇല്ലായ്മ ചെയ്ത് നിൽക്കാവുന്നതാണ്.